മെമ്മറി അടിച്ചുപോയ ഒരു മെമ്മറി കാർഡെങ്കിലും കിട്ടാതെ കേരള പോലീസിന് ഒരു സമാധാനവുമില്ല. മെമ്മറി കാർഡ് കാണാതായിട്ട് 2 ആഴ്ച ഏകദേശം പിന്നിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നാടകീയ രംഗങ്ങൾ സംഭവിക്കുന്നത് എന്നുകൂടി പറയണമല്ലോ, അല്ലെങ്കിൽ ഓർക്കണമല്ലോ. ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മെമ്മറി കാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ മെമ്മറി കാർഡിൽ ഒന്നും പതിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് കിട്ടിയാൽ തന്നെ അതിനകത്ത് ഈ ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ട്. അത്തരം ചേഷ്ടകൾ കാണിച്ചോ കാണിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അത് കാണിച്ചിട്ടുണ്ടാവുമെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തോർത്ത് അത് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി യദു അങ്ങനെ കാണിച്ചിട്ടില്ല, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തോർത്ത് അതാണ് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾ പേടിക്കേണ്ട എന്ന് കഴിഞ്ഞ ദിവസം CCTV സ്ഥാപിച്ച ആൾക്കാർ തന്നെ പറയുകയാണ്. ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ CCTVയുടെ സ്ഥാപകരടക്കം മലയാളി വാർത്ത ഇൻസൈഡിനോട് പ്രതികരിക്കുകയും കഴിഞ്ഞ ദിവസം അത് നമ്മൾ ഓഡിയോ പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു പക്ഷേ ഇനി ആ മെമ്മറി കാർഡ് ലഭിക്കാനുള്ള സാഹചര്യത്തെ കൂടി മനസ്സിലാകുന്നത്. കാരണം ആ മെമ്മറി കാർഡിനകത്ത് എന്തൊക്കെയോ വലിയ സംഭവ വികാസങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആയിരിക്കണമല്ലോ ഏതായാലും ആ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായത്. അതുകൊണ്ട് തന്നെ ആ മെമ്മറി കാർഡ് എടുത്തവന് ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല എന്ന് വ്യക്തമാകുന്നു. ആ യദു ഒരു പക്ഷേ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ യദുവിനുള്ള ഒരു ഏക പിടിവള്ളി തന്നെയായിരുന്നു ആ മെമ്മറി കാർഡ്. യദു പറഞ്ഞിരുന്നു, മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മെമ്മറി കാർഡ് അവിടെ അതിനകത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇളക്കി മാറ്റാൻ പെട്ടെന്ന് സാധിക്കുന്നതാണെന്ന് വല്ലതും അറിയാമായിരുന്നുവെങ്കിൽ ഞാനതെടുത്ത് അപ്പോൾ തന്നെ പോലീസിന് കൈമാറുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റിയ ഒരു തെളിവ് മാത്രമാണ് അത് എന്നായിരുന്നു. ഒരിക്കൽ പോലും താൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല, അങ്ങനെയെങ്കിൽ ഇങ്ങനെ നശിച്ചു പോകാനായി അനുവദിക്കില്ലായിരുന്നുവെന്നും യദു പറയുകയാണ്. എന്നെ രക്ഷിക്കാൻ ഞാൻ തന്നെ തെളിവ് നശിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുമുണ്ട്, അല്ലെങ്കിൽ യദു തന്നെ ചോദിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഡ്രൈവർ യദുവിന് ഒരു നേട്ടവുമില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. ബസ്സിനുള്ളിൽ കയറി ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ കുടുങ്ങുന്ന CCTV സ്ഥാപനമായിരുന്നു ആ ബസ്സിലേത്. ഡ്രൈവറുടെ ചലനങ്ങളും കൈകാട്ടലുകളും ഒന്നും തന്നെ ആ CCTVയിൽ പതിയില്ല. എന്നാൽ ആ ദൃശ്യങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ MLA ബസ്സിൽ കയറിയോ എന്ന് വ്യക്തമാകാമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ പോകുന്ന പോക്ക് ഏകദേശം സാധാരണക്കാർക്ക് മനസ്സിലായി കാണും. CCTV മെമ്മറി കാർഡ് നശിപ്പിച്ചതിലൂടെ നഷ്ടമാകുന്നത് ഇത് ഉറപ്പിക്കാനുള്ള തെളിവാണ്. ബസ്സിൽ CCTV സ്ഥാപിച്ചവരുടെ വാക്കുകൾക്കിടയിൽ ആ സത്യം ഒളിച്ചിരിപ്പുണ്ട് എന്ന കഴിഞ്ഞ ദിവസം തന്നെ ആ ഓഡിയോ സന്ദേശം കേട്ട എല്ലാവർക്കും ഉണ്ടാകും. ഈ യദുവും, അതായത് KSRTC ഡ്രൈവർ യദുവും മേയറും തമ്മിൽ നടുറോഡിലുണ്ടായ തർക്കത്തിന് പിന്നാലെ ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന ആരോപണവുമായാണ് മേയർ രംഗത്ത് വന്നത്. അതായത് KSRTC ബസ് സൈഡ് നൽകാത്തത് കൊണ്ടാണ് ഞാൻ ബസ് തടഞ്ഞു നിർത്തി ഞങ്ങൾ ചോദ്യം ചെയ്തത് എന്നാണ് പല വാർത്തകളിലും വന്നത് എന്നും, എന്നാൽ അങ്ങനെയല്ല സത്യാവസ്ഥ എന്നും, ആ ഡ്രൈവർ ബസ്സിലിരുന്നു കൊണ്ട് ഒരു ചേഷ്ട, ലൈംഗിക ചുവയോടുള്ള ഒരു ചേഷ്ട കാണിച്ചു. അത് മേയർ എന്ന നിലയിൽ എന്നല്ല, ഒരു സാധാരണക്കാരിയായ സ്ത്രീ എന്ന നിലയിൽ എനിക്കത് വളരെ മോശമായി തോന്നി. ഒരിക്കലും അയാൾ ഇത് ഇനി മറ്റൊരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് നടുറോഡിൽ ഞാൻ ഇറങ്ങുകയും സംസാരിക്കുകയും ചെയ്തത്. ഒരു കാരണവശാലും ഞാൻ ബസ് തടഞ്ഞു നിർത്തുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയായിരുന്നു ആദ്യത്തെ മേയറുടെ ഒരു വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. എന്നാൽ പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മേയറുടെ വാക്കുകളെല്ലാം താളം തെറ്റിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. മേയർ പറഞ്ഞത് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത്തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് റെഡിയാണെന്നാണ് മേയർ പറഞ്ഞത്.